നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ചേച്ചി, പിണറായി വിജയൻ അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സാർത്ഥം പോയിരിക്കുകയാണ്. നമ്മൾ കാണുന്ന എന്താണ്, ഒന്നാം നമ്പർ കേരളമാണ് ആരോഗ്യ രംഗത്തൊക്കെ ഉള്ളത്. എന്തായാലും അദ്ദേഹം അമേരിക്കയിലേക്കാണ് പോകുന്നത്. അദ്ദേഹം സുഖപ്പെട്ട് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനൊപ്പം തന്നെ അദ്ദേഹം അമേരിക്കയിലേക്ക് പോയ സമയത്ത് ഇവിടെ എന്താണ് മറ്റു ചില ആളുകളെ, ഈ IAS ഉദ്യോഗസ്ഥരെയൊക്കെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് ചില പഠനയാത്രകളൊക്കെ വിടുന്നു. അതായത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാരാണ് ചില മാതൃകകൾക്ക് വേണ്ടി അതർ സംസ്ഥാനങ്ങളിലേക്ക്, മറ്റു സംസ്ഥാനങ്ങളിലേക്ക് വിടുന്നത്. എന്തൊരു രസകരമായ കാഴ്ചയാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അതായത് പിണറായി വിജയൻ ഇപ്പോ ചികിത്സ തേടി പോയിരിക്കുകയാണ്. ഇനി അതിന്റെ പോയിട്ട് ഒരു വിവാദം ഉണ്ടാകാതെ മറ്റൊരു വിവാദത്തിലേക്ക് വഴിതിരിച്ചു വിടാനാണോ എന്നറിയില്ല. ഇത് രണ്ടാം തവണയാണ് ഇപ്പോൾ പിണറായി വിജയൻ ചികിത്സയ്ക്ക് പോകുമ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലേക്ക് അവിടുത്തെ ചില മാതൃകകൾ പഠിക്കാൻ വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം വിടുന്നത്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മധ്യപ്രദേശിലെ ഇൻഡോറാണ് മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും മാതൃകയായത്. BJPക്കാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്ന് BJP ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിലൊന്നാണ് ഇൻഡോർ. അപ്പൊ ഇൻഡോറിലെ അവിടുത്തെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പഠിക്കാനാണ് ഇപ്പൊ പോകുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മാലിന്യ സംസ്കരണം അടക്കം ആരോഗ്യ രംഗത്തെ മികവ്, വിദ്യാഭ്യാസ രംഗത്തെ മികവ്, എല്ലാത്തിലും കേരളം ഒന്നാം സ്ഥാനത്താണെന്ന് അവകാശപ്പെടുന്നവരാണ് നമ്മുടെ പിണറായി വിജയനും കൂട്ടും. പക്ഷെ ചികിത്സയ്ക്കായി അവിടേക്ക് പോകുന്നു, മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി അവിടേക്ക് പിന്നെ ഇൻഡോറിലേക്ക് പോകുന്നു. അങ്ങനെ ഏത് കാര്യത്തിനും മാതൃകയാക്കാവുന്ന, നേരത്തെ ഗുജറാത്ത് മോഡൽ പഠിക്കാനായി, ഗുജറാത്തിലെ ചില സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാനായി കഴിഞ്ഞ പ്രാവശ്യം 2022 തോന്നുന്നു അദ്ദേഹം ചികിത്സയ്ക്ക് പോയ സമയത്ത് ഇതേപോലെ ഗുജറാത്തിലേക്ക് ഒരു സംഘത്തെ അയച്ചിരുന്നു. അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസ് ഞാനിപ്പോ പറയാം. ഇപ്പോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു ഉദ്യോഗസ്ഥ സംഘം, ആ ഉദ്യോഗസ്ഥ സംഘത്തെ മാലിന്യ സംസ്കരണ സംവിധാനങ്ങളെ കുറിച്ച് പഠിക്കാൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർ പോവുകയാണ്. അതായത് മുഖ്യമന്ത്രി വിദേശ ചികിത്സയ്ക്ക് പോകുമ്പോൾ ഇത് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇങ്ങനെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതേ സമയത്ത് തന്നെ പോകുന്നു എന്നുള്ളതാണ്. അതിനു മുമ്പും ബിന്ദുവല്ല, ആ സമയത്ത് തന്നെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി TV അനുപമ IASന്റെ നേതൃത്വത്തിലുള്ള 5 അംഗ സംഘമാണ് ഇപ്പോൾ ഈ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പഠിക്കാനായി പോകുന്നത്. ജൂലൈ 8 മുതൽ 10 വരെ ഇൻഡോർ സന്ദർശിക്കുന്നത്. ഇത് സംബന്ധിച്ച് തദ്ദേശ സ്വയംഭരണ വകുപ്പ് 2025 ജൂലൈ 2 തന്നെ സർക്കാർ ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥ സംഘത്തിലെ പ്രധാനപ്പെട്ട ആൾക്കാർ TV അനുപമ IAS, സ്പെഷ്യൽ സെക്രട്ടറി, തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സ്പെഷ്യൽ സെക്രട്ടറിയാണ്. അതിനൊപ്പം UV ജോസ് ഉണ്ട്, IAS എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ശുചിത്വ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ, ഗംഗ RS ശുചിത്വ മിഷന്റെ ഡയറക്ടർ, ഷിജു ചന്ദ്രൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശുചിത്വ മിഷൻ, ബിനോദ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശുചിത്വ മിഷൻ. ഇങ്ങനെ ശുചിത്വ മിഷന്റെ ഉദ്യോഗസ്ഥരും അടക്കമാണ് പോകുന്നത്. ഇതിന്റെ ചെലവ് മുഴുവൻ ശുചിത്വ മിഷൻ വഹിക്കും എന്നാണ് ഇപ്പോൾ ഉത്തരവിൽ പറയുന്നത്. നേരത്തെ 2022 ഇതുപോലെ തന്നെ ഗുജറാത്തിലേക്ക് ഇങ്ങനെ ഒരു സംഘം പോയിരുന്നു. അന്നും അദ്ദേഹം അമേരിക്കയിലെ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സയ്ക്ക് പോകുന്ന സമയം തന്നെയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് മാത്രം ഇങ്ങനെ വിടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ ഗുജറാത്ത് മോഡൽ എന്ന് പറഞ്ഞ് അവിടെ പോയി പഠിച്ചിട്ടൊക്കെ വന്നെങ്കിലും ഒന്നും ഇവിടെ പ്രാവർത്തികമായില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെയും ഇങ്ങനെ തന്നെയാണല്ലോ. റൂം ഫോർ റിവർ പദ്ധതി പഠിക്കാനായി ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥ സംഘം വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട കാരണം അവിടുത്തെ മാതൃകകൾ പഠിക്കാനാണ് എന്നാണ്. റൂം ഫോർ റിവർ ഒക്കെ പഠിച്ചിട്ട് വന്നിട്ട് ഇവിടെ റൂം ഫോർ റിവറും ഇല്ല, ഈ പൈസയൊക്കെ വെറുതെ കളയുന്നു എന്നുള്ളതല്ലാതെ, ഈ വലിയ കോടികൾ ചെലവഴിച്ചും ഈ തുകയൊക്കെ വെറുതെ പോകുന്നു എന്നല്ലാതെ പഠിച്ചിട്ട് വരുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാനല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചി പറഞ്ഞതുപോലെ ഈ റൂം ഫോർ റിവർ കേരളത്തിൽ നടപ്പാക്കിയില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം റൂം ഫോർ റിവർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ കടുത്ത മഴവെള്ളം, അതായത് കടുത്ത മഴക്കാലത്ത് ആളുകളുടെ വീട്ടിലേക്ക്, റൂമിലേക്ക് വെള്ളം കയറുകയാണ്. എല്ലാ റൂമിലും വെള്ളം കയറിയിട്ടുണ്ടെന്നാണോ? അത് പ്രകൃതി കയറ്റിയതാണ്. പ്രകൃതിയാണ് നടപ്പാക്കിയിട്ടുള്ളത് റൂം ഫോർ റിവർ പദ്ധതി. അല്ലാതെ ഇവിടെ സംരക്ഷിക്കാനായി അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളെ വെള്ളത്തിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴും വെള്ളത്തിലുള്ളവർ വെള്ളത്തിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആകെ പ്രളയം വന്ന സമയത്ത് മാത്രം എല്ലാ സംഘടനകളും, അതിലൊരു സംഘടനയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ സർക്കാരിന്റെ സംവിധാനം മാത്രമല്ല, എല്ലാ സംഘടനകളും കൂടി ഉണർന്ന് പ്രവർത്തിച്ചതിന്റെ ഫലമായാണ് അന്ന് ഫലപ്രദമായി പ്രളയത്തെ നമുക്ക് ഒന്ന് മറികടക്കാനെങ്കിലും കഴിഞ്ഞതെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷെ അന്നാണ് റൂം ഫോർ റിവർ ഒക്കെ പഠിക്കാൻ പോയത്. പക്ഷെ റൂം ഫോർ റിവർ ഇപ്പോ റൂമിനകത്ത് വെള്ളം കയറുന്ന രീതിയിലേക്കുള്ള റൂം ഫോർ റിവർ അങ്ങനെ ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എല്ലാ റൂമിനും ഓരോ റിവർ അകത്തേക്ക് പൊക്കോട്ടെ എന്ന് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അല്ലാതെ അതിൽ വലിയ മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഗുജറാത്തിലേക്ക് പോയത് 2022 ഗുജറാത്തിലേക്ക് ഇതേപോലെ തന്നെ പഠിക്കാനായി പോയത്. അന്നും പിണറായി വിജയൻ മയോ ക്ലിനിക്കിലേക്ക് പോയ സമയത്താണ്. ഡേറ്റ് ഞാൻ പറയാം. 2022 ഏപ്രിൽ 23 മുതൽ മെയ് 15 വരെയായിരുന്നു. അന്നത്തെ ചീഫ് സെക്രട്ടറി VP ജോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഗുജറാത്തിലെ ഡാഷ്ബോർഡ് ഇ-ഗവേണൻസ് സംവിധാനം പഠിക്കാൻ വേണ്ടിയാണ് അന്ന് അവിടേക്ക് പോയിരുന്നത്. 2022 ഏപ്രിൽ 27 മുതൽ
29 വരെ ഗുജറാത്ത് മോഡൽ അന്ന് അത്ഭുതകരമാണ് എന്നൊക്കെ ആയിരുന്നു അന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരുന്നത്. BP ജിയുടെ പ്രതികരണം അങ്ങനെ തന്നെയായിരുന്നു. ഗുജറാത്തിലെ ആ മോഡൽ, അതായത് ഈ ഗവേൺസ് ഡാഷ്ബോർഡ് സംവിധാനത്തെ സംബന്ധിച്ച് അത് വലിയ അത്ഭുതകരമായ ഒരു പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ അത്ഭുതകരമായ ഒരു പ്രോജക്റ്റ് ആണ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാൽ ആ പഠനത്തിന് തുടർ പദ്ധതികളൊന്നും പിന്നീട് നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോ മാലിന്യ സംസ്കരണത്തിൽ രാജ്യത്തിൽ തന്നെ മാതൃകയായ സംസ്ഥാനമാണ് ഇൻഡോർ. അപ്പോൾ ഇൻഡോറിലേക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ മാലിന്യ സംസ്കരണത്തിന് നല്ല കൃത്യമായ ഒരു മാതൃകയൊന്നുമില്ല. എല്ലാ സ്ഥലത്തും മാലിന്യ സംസ്കരണ പദ്ധതികൾ വലിയ പ്രശ്നത്തിലാണെന്ന് നമുക്കറിയാം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. എനിക്ക് തോന്നുന്നു ഞാനൊരു 2004 കാലഘട്ടത്തിൽ ഞാൻ ജേർണലിസം പഠിക്കുന്ന കാലത്ത് അന്ന് വടവാതൂർ, കോട്ടയത്താണ്. അപ്പൊ വടവാതൂർ അന്ന് മാലിന്യ സംസ്കരണം സംബന്ധിച്ച് എന്നും പ്രശ്നങ്ങളുള്ള ഒരു മേഖലയാണ് മാലിന്യ സംസ്കരണം. കൃത്യമായ മാലിന്യ സംസ്കരണം ഒരിടത്തും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. പ്രത്യേകിച്ച് മഴയൊക്കെ വരുന്ന സാഹചര്യം ആകുമ്പോഴേക്കും പകർച്ചവ്യാധികളടക്കം ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ മാലിന്യ സംസ്കരണത്തിന് കൃത്യമായ മാതൃക ഉണ്ടാവണം എന്ന് പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും മാലിന്യ സംസ്കരണത്തിന് ഒരു മാതൃക ഉണ്ടാകുന്നില്ല എന്നുള്ളത്, ഒരു കൃത്യമായ മാതൃക ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ BJP ഭരിക്കുന്ന സംസ്ഥാനമായ ഇൻഡോറിലെങ്കിലും പോയി അവിടുത്തെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് കണ്ട് ഈ ടൂർ പോകുന്നത് പോലെ പോയിട്ട് വരാതെ അവിടെ എന്താണ് ചെയ്യുന്നത് അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള പദ്ധതി, ഈ പണമൊക്കെ മുടക്കുമ്പോൾ ശുചിത്വ മിഷൻ അടക്കമുള്ളവർ മുൻകൈ എടുത്തുകൊണ്ട് ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം. അല്ലാതെ പിണറായി വിജയൻ ഓരോ തവണ മയോ ക്ലിനിക്കിലേക്ക് പോകുമ്പോഴും BJP ഭരിക്കുന്ന ഏതെങ്കിലും ഒരു സംസ്ഥാനത്തേക്ക് വരും. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാവും. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണല്ലോ കൂടുതൽ, വളരെ കുറേ സംസ്ഥാനങ്ങളാണല്ലോ കോൺഗ്രസ് ഭരിക്കുന്നത്. അവിടെ പ്രത്യേകിച്ച് മാതൃകകളൊന്നുമില്ല. ഇപ്പൊ നമ്മളിപ്പോ കർണാടകം നോക്കിയാൽ കർണാടകത്തിൽ എന്ത് മാതൃകയാവുള്ളത്? അവിടെ നടക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. കഞ്ചാവും രാസലഹരികളുടെയും ഒക്കെ അങ്ങനത്തെ മാതൃകകളല്ല, മറ്റു മാതൃകകളൊന്നും പ്രത്യേകിച്ച് പഠിക്കാനില്ലാത്തതുകൊണ്ടാവും. പക്ഷേ BJP ഭരിക്കുന്ന ഗുജറാത്ത് അടക്കമുള്ള ഇൻഡോർ അടക്കമുള്ള മേഖലകളിൽ ഇത്തരത്തിലുള്ള മാതൃകകൾ രാജ്യ വികസനത്തിന്, ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്തിന്റെ വികസനത്തിന് BJP ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് അവബോധം ഉണ്ടാക്കാൻ കേരളത്തിലെ BJP-ക്കാർക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ പ്രചരണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. കാരണം ഗുജറാത്തിലാണെങ്കിലും, ഗുജറാത്തിൽ ഈ ഗവേൺസ് സംവിധാനത്തെ കുറിച്ച് പറയുമ്പോൾ, ഇൻഡോറിലെ മാലിന്യ സംസ്കരണത്തെ കുറിച്ച് പറയുമ്പോൾ BJP ഭരിക്കുന്ന ഓരോ സംസ്ഥാനങ്ങളും ഏതെങ്കിലും രീതിയിലൊക്കെ മാതൃകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിൽ അങ്ങനെ നമുക്ക് മുന്നോട്ട് വെക്കാൻ മാതൃകകളൊന്നുമില്ല. ആരോഗ്യരംഗത്തെ മാതൃകയാണ്, വിദ്യാഭ്യാസ രംഗത്തെ മാതൃകയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മന്ത്രിമാരുടെ മക്കളെല്ലാം വിദേശ സർവകലാശാലകളിൽ പഠിക്കുകയും അതുപോലെ തന്നെ മന്ത്രിമാരുടെ ചികിത്സയടക്കം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോവുകയും കെട്ടിടം ഇടിഞ്ഞു വീഴുകയും മരുന്ന് കൊടുക്കാൻ നിവർത്തിയില്ലാതെ വരികയും ശസ്ത്രക്രിയ ഉപകരണങ്ങൾ പാവങ്ങൾ വാങ്ങിച്ചുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ ഓപ്പറേഷൻ നടത്തുകയുള്ളൂ എന്ന് പറയുകയും, അപ്പോൾ ഒരു ഇടതുകാലിനെ ഓപ്പറേഷൻ ചെയ്യേണ്ട രോഗിയെ വലതുകാലിൽ ഓപ്പറേഷൻ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യരംഗത്ത് മാതൃകയുണ്ടെന്നോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് മാതൃകയുണ്ടെന്നോ ഒന്നും പറയാൻ കഴിയില്ല. അതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോ ചെറിയ മാറ്റങ്ങളൊക്കെ ഇപ്പോ സുംബ അടക്കമുള്ളവരൊക്കെ കൊണ്ടുവന്നു എന്ന് പറയേണ്ടത് വലിയ മാറ്റമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അത്തരം മാറ്റങ്ങൾ എന്ന് ഇപ്പൊ അതുപോലെ തന്നെ ബിരിയാണി LKG കുട്ടികൾക്ക് അല്ലെങ്കിൽ അംഗൻവാടികളിൽ ബിരിയാണി വിതരണം ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ അതുകൊണ്ടൊന്നും വിദ്യാഭ്യാസ രംഗത്ത് കാതലായ മാറ്റം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ആരോഗ്യ രംഗത്ത് കാതലായ മാറ്റം ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല. ആരോഗ്യമന്ത്രിക്ക് തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ആരോഗ്യമന്ത്രിക്ക് കഞ്ഞിവെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്താണ് കഴിഞ്ഞ ദിവസം അത് പ്രഷർ സ്റ്റേബിൾ ആക്കിയെന്ന് പറയുമ്പോൾ ആരോഗ്യരംഗത്തിന്റെ ഒരു എങ്ങനെയാണ് ആരോഗ്യരംഗത്ത് ഞാൻ പറഞ്ഞില്ല, കോടികൾ വകമാറ്റിക്കൊണ്ടാണ് ആരോഗ്യരംഗത്തേക്ക് വരേണ്ട കോടികൾ വകമാറ്റിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആരോഗ്യരംഗത്ത് മാതൃകയാണ് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്ത് പോലും ഒരു മരുന്ന് പോലും ഇല്ല എന്നുള്ളത് വളരെ ആശങ്കാജനകമായ ഒരു സിറ്റുവേഷൻ ആണ്. ഒരുപക്ഷെ ആരോഗ്യമന്ത്രിയെ 200 കോടി രൂപയാണ് ഈ പറയുന്ന ആരോഗ്യ രംഗത്ത് നിന്ന് വകമാറ്റി ചെലവഴിച്ചതെന്ന് പറയുന്നു. ധനമന്ത്രി ബാലഗോപാൽ അത്തരത്തിൽ ചിലവഴിച്ചിട്ടുണ്ടെന്നാണ്. കാരണം അത് ചെലവഴിക്കാതെ നിവർത്തിയില്ല. കാരണം ഇപ്പോ പിണറായി വിജയന്റെ ആരോഗ്യം, മന്ത്രിമാരുടെ ആരോഗ്യം, അതുപോലെ തന്നെ പിണറായി വിജയന്റെ നിയമസഭാ സാമാജികരുടെ ആരോഗ്യം, അതിനുശേഷം നിയമസഭാ സാമാജികരുടെ ആഹാരം, അതായത് മെസ് അടക്കം ഒക്കെ നോക്കി വരുമ്പോ അതിനൊക്കെ പണം അനുവദിക്കാറുണ്ട്. പിണറായി വിജയന്റെ തൊഴുത്ത്, പിണറായി വിജയന്റെ ലിഫ്റ്റ് ഒക്കെ വരുമ്പോ കോടികൾ ചെലവാക്കേണ്ടി വരും, കോടികൾ വകമാറ്റി ചെലവാക്കേണ്ടി വരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ സംസ്ഥാനത്തിന്റെ അവസ്ഥ അറിയാമല്ലോ. കടമെടുത്ത് ഇങ്ങനെ പിണറായി വിജയനും കൂട്ടരും പണം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിക്കൊണ്ട് പിണറായി വിജയന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ, മന്ത്രിമാരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, 50,000-ന്റെയും 1,00,000-ന്റെയും ഒക്കെ കണ്ണട വെക്കാൻ, അവരുടെ കണ്ണ് സംരക്ഷിക്കാൻ, അവരുടെ സംരക്ഷണമൊക്കെ നന്നായി നടക്കുന്നുണ്ട്. കേരളത്തിലെ സാധാരണക്കാരന്റെ സംരക്ഷണം മാത്രമാണ് നടക്കാത്തത്. അവരുടെ ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല. അവരെ സംബന്ധിച്ച് ഉദ്യോഗസ്ഥർക്ക് അവരുടെ DA കുടിശ്ശികകളോ ഒന്നും തന്നെ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ സാധാരണക്കാരനും ഉദ്യോഗസ്ഥർക്കും മാത്രമാണ് കേരളത്തിൽ സംരക്ഷണമില്ലാത്തത്. പിണറായി വിജയനും കൂട്ടർക്കും MLA-മാർക്ക് ഇപ്പൊ MLA-മാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ ടീമിന്റെ ശമ്പളം വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവരെയൊക്കെ സ്ഥിരപ്പെടുത്താനുള്ള നീക്കം നടത്തുന്നു. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിണറായി വിജയനുമായി ബന്ധപ്പെട്ടവർക്കും ചില CPM നേതാക്കന്മാർക്കും ഒക്കെ ആരോഗ്യം സംരക്ഷിക്കാനും അവരുടെ ജീവിത രീതിയിൽ കാതലായ മാറ്റം ഉണ്ടാക്കാനും ഒക്കെ സർക്കാരിന് കഴിഞ്ഞു എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനോ സാധാരണക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണമുണ്ടാകുന്ന പദ്ധതികൾ ഉണ്ടാക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
ഇതില് ഒരു കാര്യം കൂടെ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ ഇന്ന് പിന്നെ നമ്മൾ നമ്പർ 1 കേരളം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്. ജനകീയ ആരോഗ്യത്തിലാണ് നമ്മൾ നമ്പർ 1 കേരളമായി നിൽക്കുന്നത്. അതായത് എല്ലാ ആളുകൾക്കും പനിയും തുമ്മലും ജലദോഷവും ഒക്കെ വരുന്ന സമയത്ത് അതിലെല്ലാവർക്കും ചികിത്സ കിട്ടുന്നുണ്ട്. പക്ഷെ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ആ രീതിയിൽ ചികിത്സ കിട്ടുന്നില്ല. അതാണ് ഞങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷെ വിദഗ്ധ ചികിത്സയിൽ ഇപ്പോഴും കേരളം വളരെയധികം പുറകിലാണ്. അതുകൊണ്ടാണ് അമേരിക്കയ്ക്ക് പോകുന്നതെന്ന് പറയുന്നത്. ഈ വിദഗ്ധ ചികിത്സയാണ് ഓരോ മനുഷ്യന്റെയും ജീവൻ രക്ഷിക്കാനും അവന്റെ ജീവിതം മെച്ചപ്പെടുത്താനും വേണ്ടി ആവശ്യമുള്ളത്. ഇപ്പോ മുഖ്യമന്ത്രി പോകുന്നത് പോലെ എല്ലാ ആളുകൾക്കും അമേരിക്കയിൽ പോയി വിദഗ്ധ ചികിത്സ എടുക്കാൻ കഴിയുമോ? ഓരോ ജനത്തിനും ഇത്തരം വിദഗ്ധ ചികിത്സ ആവശ്യമല്ലേ എന്നതാണ് ചോദ്യം. അതിനെയാണ് യഥാർത്ഥത്തിൽ ചോദ്യം ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തോന്നുന്നു? തീർച്ചയായും അതെ. ജനകീയ ആരോഗ്യം എന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, പനി വന്ന മരുന്ന് കഴിച്ചില്ലെങ്കിലും 5 ദിവസം കഴിയുമ്പോൾ പനി മാറും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. വലിയ മറ്റേതെങ്കിലും തരത്തിലുള്ള പനികളാണെങ്കിൽ മാത്രമേ അതിൽ കൂടുതൽ ആന്റിബയോട്ടിക്കും മെഡിക്കേഷനും ഒക്കെ വേണ്ടി വരുന്നുള്ളൂ. സാധാരണ തുമ്മലും ചുമയും പനിയും ഒക്കെ ആണെങ്കിലും പാരസെറ്റമോൾ വാങ്ങി കഴിച്ചാലും ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പാരസെറ്റമോൾ വാങ്ങി കഴിച്ചാലും ആ അസുഖമൊക്കെ മാറും. 3 രൂപയുടെ 5 രൂപയുടെ ചെലവേ ഉള്ളൂ. നേരെ മറിച്ച് ചെലവ് കൂടുതൽ വരുന്ന അല്ലെങ്കിൽ ചികിത്സിക്കാൻ കഴിയാത്ത ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ് പ്രശ്നം ഉണ്ടാകുന്നത്. അവിടെയാണല്ലോ മെഡിക്കൽ കോളേജുകളെയും ഒക്കെ ആൾക്കാർ മെഡിക്കൽ കോളേജുകളിലേക്കൊക്കെ പോകുന്നത്. താലൂക്ക് ആശുപത്രികളിൽ പോലും ഇപ്പോൾ മരുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് തരത്തിലുള്ള ജനകീയാരോഗ്യമാണ് ഇവിടെ നടന്നത്? ജനകീയാരോഗ്യത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അപ്പോൾ സാധാരണക്കാരന് വരുന്ന വലിയ അസുഖങ്ങൾ ചികിത്സിക്കേണ്ടതില്ല, ജനകീയാരോഗ്യം മാത്രം, അതായത് പനിയും തുമ്മലും മാത്രമേ ചികിത്സിച്ചാൽ മതി എന്നാണോ കേരളത്തിലെ സർക്കാർ പറയുന്നതെന്ന സംശയം അവിടെയില്ലേ? വിദഗ്ധ ചികിത്സ വേണ്ടത് ഞങ്ങളെ പോലുള്ളവർക്ക്. ഞങ്ങൾക്ക് ക്യാൻസർ വന്നാലും ഒക്കെ ഞങ്ങൾ ചികിത്സയ്ക്ക് പോകും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും വന്നാൽ നിങ്ങൾ ചികിത്സയ്ക്ക് പോകേണ്ടതില്ല. വല്ല പാരസെറ്റമോളും കഴിച്ച് ഏതെങ്കിലും താലൂക്ക് ആശുപത്രിയിൽ പോയി വിദഗ്ധ ചികിത്സ വേണ്ടാതെ മെഡിക്കൽ കോളേജിൽ എത്തിയാലും നിങ്ങൾ പൈസ കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാലിൽ സ്റ്റെൻഡ് ഉണ്ടെങ്കിൽ സ്റ്റെൻഡ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ ഞങ്ങൾ ഇട്ടുതരാം എന്ന് പറയുന്നതാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ സർക്കാർ, CPM-ന്റെ സർക്കാർ ജനകീയ സർക്കാരാണ്, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരാണ്, പാവങ്ങളുടെ പേര് പറഞ്ഞ് വോട്ട് പിടിക്കുന്നവരാണ്. ബാക്കി എല്ലാവരും ഭൂർഷാസികളാണെന്ന് പറയുമ്പോൾ ഇവർ പാവങ്ങളുടെ വോട്ട് പിടിച്ചുകൊണ്ട് വരുന്നവരാണല്ലോ. അപ്പൊ സാധാരണക്കാരനെ പറഞ്ഞു പറ്റിച്ച് അവരുടെ വോട്ട് നേടിയ ശേഷം ഈ സാധാരണ നേതാക്കന്മാരെല്ലാം അസാധാരണക്കാരായി മാറുക ചെയ്യുന്നത്. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേതാക്കന്മാരെല്ലാം വലിയ ചികിത്സയ്ക്കും വലിയ ഇപ്പൊ ഞാൻ കഴിഞ്ഞ ഒരു കണക്ക് പറഞ്ഞു, കേരളത്തിലെ മന്ത്രിമാരെല്ലാം ചികിത്സിക്കുന്ന പ്രൈവറ്റ് ഹോസ്പിറ്റലുകളാണ്. ഇപ്പൊ ശിവൻകുട്ടി മെഡിക്കൽ കോളേജിന് അടുത്ത് താമസിക്കുന്ന ശിവൻകുട്ടി കിംസിലാണ് ചികിത്സ തേടുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി 10 ലക്ഷം രൂപ ചികിത്സയ്ക്കായി സർക്കാർ ശിവൻകുട്ടി വാങ്ങിയെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോ മെഡിക്കൽ കോളേജുകളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെ നോക്കുകുത്തികളാക്കിക്കൊണ്ട് വിദഗ്ധ ചികിത്സയ്ക്കായി കേരളത്തിലാണെങ്കിൽ അതുപോലെ തന്നെ കൃഷ്ണൻകുട്ടി മിനിസ്റ്ററും ഇതുപോലെ തന്നെയാണ് കോയമ്പത്തൂരിലെ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കേരളത്തിലെ ആരോഗ്യ മെഡിക്കൽ കോളേജ് ഉണ്ട്, പാലക്കാട് മെഡിക്കൽ കോളേജ് ഉണ്ട്. എന്തുകൊണ്ടാണ് പാലക്കാട് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സ തേടാത്തത്? അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കേരളത്തിലെ മന്ത്രിമാരല്ല, MP രാജേഷ് ലിസി ഹോസ്പിറ്റലിലാണ് ചികിത്സ തേടുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ആൾക്കാരും, കേരളത്തിലെ മന്ത്രിമാരെല്ലാം പല പ്രധാനപ്പെട്ട ആശുപത്രികളിലും ചികിത്സ തേടുമ്പോൾ സാധാരണക്കാരന് മാത്രം പ്രാപ്യമാകേണ്ട, അല്ലെ സാധാരണക്കാരന് മാത്രം പോകേണ്ട ആശുപത്രികളായ മെഡിക്കൽ കോളേജ് അടക്കം വിദഗ്ധ ചികിത്സ അവർക്ക് പോലും ലഭ്യമാകാത്ത രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഡോക്ടർ ഹാരിസോ എന്ന് പറഞ്ഞത്. അദ്ദേഹം എത്രത്തോളം ആത്മരോഷമുള്ളത് കൊണ്ടാണ് അദ്ദേഹം വന്ന് ജനങ്ങളുടെ മുന്നിൽ പറയേണ്ട സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ്. പലവട്ടം പറഞ്ഞിട്ടും പരിഗണിക്കപ്പെടാതെ പോയ വിഷയമാണല്ലോ ഒരാൾ പുറത്തു പറയുക. അപ്പൊ അദ്ദേഹം എത്രമാത്രം ആത്മരോഷത്തോടെയാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്ന് പറയുമ്പോൾ കേരളത്തിലെ നമ്മൾ ഡോക്ടർമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ആശുപത്രികളുടെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ആശുപത്രികളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടണം. ഇവിടെ തന്നെ 546 കോടി രൂപയ്ക്ക് കെട്ടിടം പണിയുന്നു എന്ന് പറയുന്നിടത്താണ് കെട്ടിടം ഇടിഞ്ഞു വീണത്. ഇപ്പോ ആ കെട്ടിടം ഇടിഞ്ഞു വേണ്ടിട്ട് പോലും ആൾക്കാരെത്തുമ്പോൾ അവിടെ ആരും ഒന്നും പറ്റിയിട്ടില്ല. അതായത് സർക്കാരിന്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി അവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഒരു സ്ത്രീ അവിടെ ശ്വാസം മുട്ടി മരിക്കേണ്ടി വന്നത്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, സാധാരണക്കാരന്റെ ജീവന് ഒരു വിലയുമില്ല, മന്ത്രിമാർക്ക് മാത്രമേ ജീവന് വിലയുള്ളൂ എന്നാണ് കേരളത്തിലെ സർക്കാരിന്റെ ആ തീരുമാനം, അല്ലെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്നത് എന്ന് അറിയുക കൂടി വേണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.